അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 72 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 73ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. എല്ലാ പാഠഭാഗങ്ങളും നല്ലപോലെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹാ كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹ, അതേപോലെ തഅഖിലൂൻ. ഈ സ്ഥലങ്ങളിൽ ഖാഫ്, ളാദ് എന്നിവ തഫ്ഖീം ചെയ്യണം. അതേപോലെ കദാലിക, അതേപോലെ ആയാത്തിഹി എന്നീ സ്ഥലങ്ങളിൽ മദ് അസ്ലിയുടെ നിയമമാണ് വരിക. 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂൻ. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്ക് അർത്ഥം നോക്കാം. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ, അതായത് പശുവിൻ്റെ ഒരംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക. അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കവൻ കാണിച്ചു തരുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഉദ്രിബൂഹു, അവനെ നിങ്ങൾ അടിക്കുവേൻ, ബിബഅദിഹ, അതിൻ്റെ ചില ഭാഗം കൊണ്ട്, കദാലിക, അപ്രകാരം, യുഹ്യി, ജീവിപ്പിക്കും, അല്ലാഹു അൽ മൗത, മരണപ്പെട്ടവരെ, വയുരീക്കും, നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യുന്നു, ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും, നിങ്ങൾ ആകുവാൻ വേണ്ടി അഥവാ ആയേക്കാം, തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കും, ഗ്രഹിക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ്, വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. മനഃപ്പാഠമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ ഓരോ അക്ഷരത്തിനടിയിലും വിരൽ വെച്ച് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് തന്നെ ഓതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിൽ പതിയുകയുള്ളൂ. മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതുകയും ചെയ്യണം. ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹാ, ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹാ, ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹാ. ഇനി ഈ ഭാഗം ഒന്ന് കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. كذلك يحيي الله الموتى ويريكم, كذلك يحيي الله الموتى ويريكم, كذلك يحيي الله الموتى ويريكم. ഈ ഭാഗം ഒന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ, സുമ്മ ഖസത്, ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ, സുമ്മ ഖസത്, ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ, സുമ്മ ഖസത്. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഒന്ന് ഓതി നോക്കാം. ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅദിഹാ كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون, ثم قست, فقلنا اضربوه ببعضها
كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون ثم قست فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون സുമ്മ ഖസത്ത്. ഇതൊന്ന് കാണാതെ പോയി നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. മനഃപ്പാഠമാക്കിയതിന് ശേഷം നിങ്ങൾ ഈ ആയത്ത് ഒരു 20 തവണയെങ്കിലും ആവർത്തിച്ച് ഓതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിസ്കാരത്തിലും യാത്രയിലും വെറുതെ നിൽക്കുമ്പോഴൊക്കെ ഈ ആയത്തുകൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആയത്തുകൾ പഠിച്ച ഭാഗങ്ങൾ മറന്നുപോകാതെ എന്നെന്നും സൂക്ഷിക്കുവാൻ സാധിക്കും. പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു നല്ല ഖിറാഅത്ത് പഠിച്ച ഭാഗങ്ങളുടെ ഖിറാഅത്ത് കേൾക്കണം. അത് നിങ്ങളുടെ ഖിറാഅത്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കുവാൻ സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.